മൂൺ ഇംപാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലം. ഉത്തരം ഷാക്കിൽട്ടൺ ഗർത്തം. 2008 നവംബർ 14 ഇത് പതിച്ചത്. ചന്ദ്രനിൽ ഉണ്ടായിരുന്ന നാസയുടെ മൂൺ മിനറോളജി മാപ്പർ എന്ന പേടകം ചന്ദ്രനിൽ ധാരാളം ജലമുണ്ടെന്ന് കണ്ടെത്തിയ ദിവസം. ഉത്തരം 2009 സെപ്റ്റംബർ 24. ചാന്ദ്രയാൻ 1 സഹകരിച്ച വിദേശ രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ചന്ദ്രനിൽ മഞ്ഞ് പാളികൾ കണ്ടെത്തിയ ഉപകരണം. ഉത്തരം മിനിസാർ. ചാന്ദ്രയാൻ 1 ഇന്ത്യൻ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാം ആയിരുന്നു? ഉത്തരം ടെറൈൻ മാപ്പിംഗ് സ്റ്റീരിയോ ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെന്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മൂൺ ഇംപാക്ട് പ്രോബ്. ചാന്ദ്രയാൻ 1 വിദേശ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാം ആയിരുന്നു? ഉത്തരം എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ആറ്റം റിഫ്ലക്റ്റിംഗ് അനലൈസർ, റേഡിയേഷൻ ഡോസ് മോണിറ്റർ, മിനിയേച്ചർ സിന്തറ്റിക് അപ്പർച്ചർ, മിനറോളജി മാപ്പർ, റഡാർ. ചന്ദ്ര ഉപരിതലത്തിൽ ജലാംശം ഉള്ളതായി ചാന്ദ്രയാൻ 1 കണ്ടെത്തിയതായി 2009 സെപ്റ്റംബറിൽ സ്ഥിരീകരിച്ച അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി ഏതാണ്? ഉത്തരം നാസ. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ജലാംശത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയ ചാന്ദ്രയാൻ 1 നാസ ഘടിപ്പിച്ചിരുന്ന പരീക്ഷണ ഉപകരണം ഏതായിരുന്നു? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ചാന്ദ്രയാൻ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം സൂര്യൻ. സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ ചാന്ദ്രയാന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആരാണ്? ഉത്തരം ലിഥിയം അയൺ ബാറ്ററി. എത്ര ബഹിരാകാശ പേടകങ്ങളും ആയിട്ടാണ് ചാന്ദ്രയാൻ 1 യാത്ര തുടങ്ങിയത്? ഉത്തരം 11. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമാണ് ചാന്ദ്രയാൻ? ഉത്തരം 68. സോവിയറ്റ് യൂണിയന്റെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ഉത്തരം ലൂണ. ചന്ദ്രനെ ആദ്യമായി ഭ്രമണം ചെയ്ത പേടകം ഏതാണ്? ഉത്തരം ലൂണ 10. ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ദൗത്യം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ 2. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി? ഉത്തരം 2019 ജൂലൈ 22 2:43 PM. ചാന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ഉത്തരം GSLV മാർക്ക് 3. GSLV മാർക്ക് 3യുടെ ഉയരം 43.43 മീറ്റർ. ഇന്ത്യയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന വിക്ഷേപണ വാഹനമാണ് GSLV മാർക്ക് 3. ISRO ആണ് ബാഹുബലി എന്ന വിശേഷണം GSLV മാർക്ക് 3ക്ക് നൽകിയത്. ചാന്ദ്രയാൻ 2വിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പര്യവേഷണം നടത്തുക. ചാന്ദ്രയാൻ 2 ദൗത്യം അംഗീകരിച്ച സമ്മേളനം? ഉത്തരം 2008 സെപ്റ്റംബർ 18 നടന്ന യൂണിയൻ ക്യാബിനറ്റ് സമ്മേളനം. ചാന്ദ്രയാൻ 2വിന്റെ വിക്ഷേപണ സ്ഥലം? ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ചാന്ദ്രയാൻ ദൗത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കയ്യൊപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം ഖുഷ്ബു മിർസ. ചാന്ദ്രയാൻ മിഷൻ ചെക്കോ ഡിവിഷൻ എഞ്ചിനീയർ ആയിരുന്നു ഇവർ. ചന്ദ്രനെ ഞങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ജി മാധവൻ നായർ. ചാന്ദ്രയാൻ 1 ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ ലോകത്തിന് നെറുകയിൽ പ്രതിഷ്ഠിച്ച കണ്ടുപിടുത്തം എന്താണ് അത്? ഉത്തരം ചന്ദ്രനിൽ ജലമുണ്ടെന്ന കണ്ടെത്തൽ.
2009 ഓഗസ്റ്റ് 29 ചന്ദ്രനിൽ ജലസാന്നിധ്യം അറിയാനുള്ള എന്ത് പരീക്ഷണങ്ങളാണ് നടന്നത്? ഉത്തരം ബിസ്തറ്റിക് റഡാർ പരീക്ഷണങ്ങൾ. ചന്ദ്രന് ചുറ്റും 1 മീറ്റർ കനത്തിൽ ഉള്ള ജലപാളികൾ തീർക്കാൻ കഴിയും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഫ്രാൻസിസ് മക്കോബിൻ. UN ജനറൽ അസംബ്ലി അംഗീകരിച്ച ചാന്ദ്രാവകാശ കരാർ ഏതാണ്? ഉത്തരം മൂൺ ട്രീറ്റി. ചന്ദ്ര ഉപരിതലത്തിൽ ഏത് രൂപത്തിലുള്ള ജലകണികകളാണ് കണ്ടെത്തിയത്? ഉത്തരം ഹൈഡ്രോസിൻ രൂപത്തിൽ. ഹൈഡ്രോസിൻ ജലകണികകളിൽ എത്ര ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു? ഉത്തരം 1 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും. ചന്ദ്രനിലെ 1 ടൺ മണ്ണിൽ നിന്നും എത്ര ഔൺസ് വെള്ളം കിട്ടും? ഉത്തരം 32. ചന്ദ്രനിലെ ഹീലിയത്തിന്റെ അളവ് എത്രയാണ്? ഉത്തരം 50 ലക്ഷം ടൺ. ചന്ദ്രയാൻ 1ന്റെ വേഗത എത്രയായിരുന്നു? ഉത്തരം 10 km/s. ചന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം? ഉത്തരം ചന്ദ്രവാഹനം. ലോകത്തിലെ മുഴുവൻ ഊർജ പ്രതിസന്ധിയും പരിഹരിക്കാൻ പോകുന്ന അക്ഷയപാത്രം? ഉത്തരം ചന്ദ്രനിലെ ഹീലിയം 3. ചന്ദ്രനിൽ ജലസാന്നിധ്യമുണ്ടെന്ന ചന്ദ്രയാന്റെ സുപ്രധാന കണ്ടുപിടുത്തം പ്രഖ്യാപിച്ചത് ഏത് ജേണലിലൂടെയാണ്? ഉത്തരം ശാസ്ത്ര ജേണൽ സയൻസിലൂടെ. പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി. ചന്ദ്രനിലെ ലിബറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം ചന്ദ്രൻ ആന്തോളനം ചെയ്യുന്നത് പോലെ തോന്നുന്നതിനെ ലിബറേഷൻ എന്ന് പറയുന്നു. ചന്ദ്രനും സൂര്യനും എല്ലാം വലിയ ഗോളരൂപമുള്ള പാറകളാണ് എന്ന് സമർത്ഥിക്കാൻ ആദ്യമായി ശ്രമിച്ചത് ആരാണ്? ഉത്തരം അനക്സിഗോരാസ്, ഗ്രീക്ക് ചിന്തകൻ. ചന്ദ്രന്റെ ചിത്രങ്ങളിൽ പ്രകാശമാനമായ ഭാഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ടെറേ. ചന്ദ്രഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ചന്ദ്രഗ്രഹണം. സൂര്യഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ വരുന്നതിനാൽ ഭൂമിയിൽ ചന്ദ്രന്റെ നിഴൽ വീഴുന്നതാണ് സൂര്യഗ്രഹണം. ചന്ദ്രനിലെ രാത്രിയിലെ ശരാശരി ഉപരിതല താപനില എത്രയാണ്? ഉത്തരം -173°C. ഭൂമിയും ചന്ദ്രനും ഗോളാകൃതി ആണെന്ന് ആദ്യമായി മനസ്സിലാക്കിയ ഗ്രീക്ക് ചിന്തകൻ ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. ചന്ദ്രയാനിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ പേലോഡുകളുടെ എണ്ണം? ഉത്തരം 5.